ഇവർക്ക് സർവീസൊക്കെ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ പഴയ വണ്ടിയാണെങ്കിലും ഞാൻ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടാണ് കൊടുത്തത്. അപ്പം ആ വണ്ടി എനിക്ക് പേഴ്സണൽ അനുഭവത്തിൽ നമുക്ക് അതിൻ്റെ സർവീസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ അതിൻ്റെ സർവീസ് എല്ലാം 7,500 15,000 കിലോമീറ്റർ സർവീസ് എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് സർവീസായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് ഈ ടിയാഗോ തന്നെ ഇലക്ട്രിക് വന്നപ്പോഴത്തേക്കും നമുക്ക് എടുത്തത്. പക്ഷേ ഈ സെയിൽസിലുള്ള ആൾക്കാർ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം. ഇപ്പം കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയാണ് സമീപിച്ചത് അല്ലേ? അവിടെ നിന്നും എന്താണ് പറഞ്ഞത്? ഇപ്പം കോട്ടയം ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ ഇതിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് നമ്മൾ ഈ വണ്ടി കണ്ടു ബോധ്യപ്പെട്ടാണ് എടുത്തത്, ഈ വണ്ടി കസ്റ്റമറെ കണ്ടു ബോധ്യപ്പെട്ടാണ് എടുത്തത് എന്നൊക്കെയാണ് അവർ വാദിച്ചത്. പിന്നെ നമുക്ക് ഈ വണ്ടി അവിടെ വന്ന കോട്ടയത്ത് എനിക്കൊരു വക്കീലുണ്ട്, റമീസ് എന്ന് പറഞ്ഞൊരു വക്കീലായിരുന്നു. അപ്പം സാറ് അവിടെ കോടതി തന്നെ ഒരു എക്സ്പേർട്ട് കമ്മീഷനെ വെച്ചു. വണ്ടി ഇൻസ്പെക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് കോടതി തന്നെ ഒരു എക്സ്പേർട്ട് കമ്മീഷനെ വെച്ചു. അത് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈലാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ജിൻസൺ എന്ന് പറഞ്ഞൊരു സാറിനെ കോടതി തന്നെ അപ്പോയിൻറ്റ് ചെയ്തു. കോടതി അപ്പോയിൻറ്റ് ചെയ്ത് സാറ് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഇതിൻ്റെ ഇത് വെച്ച് ഒരു റിപ്പോർട്ടാക്കി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി വിധിച്ചേക്കുന്നത്. അപ്പോൾ ഇവർ കോടതിയിൽ ഇങ്ങനൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഇല്ലെങ്കിൽ കോടതിയെ കൺഫ്യൂസ് ചെയ്യിക്കും. പല വേരിയൻ്റ് ഉണ്ട്, ആ വേരിയൻറ്റിന് അതില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യും. ആ സാറിൻ്റെ ഒരു എക്സ്പേർട്ട് കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിച്ചേക്കുന്നത് ഈ വണ്ടിക്ക് ഈ സാധനം ഇല്ല. അപ്പം അത് ഈ തെറ്റായ വ്യാപാരതന്ത്രം ഉപയോഗിച്ച് നടത്തിയ അങ്ങനത്തെ കുറേ ഇതൊക്കെ വെച്ച് അതിന് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും 30 ദിവസത്തിനുള്ളിൽ തരണമെന്ന് വിധിച്ചേക്കുക. നമുക്കറിയത്തില്ല ഇവർ അപ്പീൽ പോവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല.